ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു, മാങ്ങ, ചെമ്മീൻ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു തോരൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് നാളികേരത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല കാശ്മീരി അല്ല നല്ല മുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഈ ചക്കക്കുരു വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരുവിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച നാളികേരവും ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഉപ്പിട്ടു ആവശ്യത്തിന്. ഇനി ഇത് അടച്ചു വെച്ച് കുറച്ച് വെള്ളവും ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വേവണം. ഇതുപോലെ അടച്ചു വെച്ച് അപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ, പിന്നെ കൊഞ്ചും, ഇത് രണ്ടും, കൊഞ്ച് ചെമ്മീനാണ് കേട്ടോ, ഉണക്ക ചെമ്മീനാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവണം. അപ്പോൾ ഇത് അടച്ചു വെച്ചാണ് ഞാൻ വേവിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ എൻ്റെത് ഇങ്ങനെയാണുള്ളത്. അപ്പം ഇനി നോക്കാം നമുക്കിത് വെന്തതിന് ശേഷം. കണ്ടില്ലേ, നല്ല വെള്ളമൊക്കെ വറ്റി ചക്കക്കുരുവൊക്കെ നന്നായി വെന്തു, മാങ്ങയതെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് വറവിടാം. അപ്പോൾ കടുക് പൊട്ടിച്ചു, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തത്. പിന്നെ ചെറിയുള്ളി, അത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉള്ളി വറവിടുമ്പോൾ തോരന്. കണ്ടില്ലേ, അപ്പോൾ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി സെർവ് ചെയ്യാൻ പാകത്തിനായി. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ഞാൻ നോക്കി, കറക്റ്റാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. എങ്ങനെയുണ്ട്? എല്ലാവരും ചെയ്ത് നോക്കില്ലേ ഇത്? അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പോൾ എൻ്റെ തോരൻ ഇങ്ങനെയാണുള്ളത്. താങ്ക് യു.